രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിലുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നാണ് തെലങ്കാന. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള അടിവേരുകളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് തെലങ്കാന. അവിഭക്ത ആന്ധ്രാപ്രദേശ് പിന്നീട് 2014 അത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ രണ്ട് സംസ്ഥാനങ്ങളായിട്ട് വിഭജിക്കപ്പെടുകയായിരുന്നു. ആ വിഭജനം വരുന്നതിന് മുൻപുള്ള അവിഭക്ത ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഒരു ഉരുക്കു കോട്ടയായിരുന്നു. 2004-ലെയും 2009-ലെയും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ആ കാലഘട്ടത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ തുടർച്ചയായിട്ട് അധികാരത്തിൽ ഇരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഈ സംസ്ഥാനത്ത്. എന്നാൽ 2014-ൽ ഈ വിഭജനം വന്ന് രണ്ട് സംസ്ഥാനങ്ങളായി മാറിയതോടുകൂടി കോൺഗ്രസിന് രണ്ട് സംസ്ഥാനത്തും ഭരണം നഷ്ടപ്പെട്ട് നാമാവശേഷമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2014-ൽ തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായ ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അവിടെ തെലങ്കാന രാഷ്ട്ര സമിതി കെ ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിൽ തെലങ്കാന രാഷ്ട്ര സമിതിയാണ് ഭരണം പിടിച്ച് സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിട്ട് മാറിയത് ചന്ദ്രശേഖർ റാവു ആണ്. പിന്നാൽ ഇക്കഴിഞ്ഞ 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അത്യുജ്വലമായിട്ടുള്ള ഒരു പ്രകടനത്തോടെ മികച്ച തിരിച്ചുവരവാണ് നടത്തിയത്. രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസ് ആകെയുള്ള 119 നിയമസഭാ സീറ്റുകളിൽ 64 സീറ്റുകളും വിജയിച്ചുകൊണ്ടാണ് ഭരണത്തിലേക്ക് എത്തിയത്. അവർക്ക് തൊട്ടു മുൻപ് 19 സീറ്റുകൾ മാത്രമാണ് നിയമസഭയിൽ ഉണ്ടായിരുന്നത് എന്നത് ഓർക്കണം. അവിടെ നിന്നുമാണ് 64 സീറ്റുകളിലേക്ക് വിജയം നേടി സംസ്ഥാനത്ത് ആദ്യമായിട്ട് കോൺഗ്രസ് ഭരണത്തിലേറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് കോൺഗ്രസിന് അവിടെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ഉജ്ജ്വല വിജയമാണ് കോൺഗ്രസിന് അവിടെ നേടാൻ സാധിച്ചത് എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും ഒടുവിൽ അവിടെ ഇപ്പോൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ 32 ജില്ലകളിലായിട്ട് 116 മുനിസിപ്പാലിറ്റികളും 7 കോർപ്പറേഷനുകളുമാണ് തെലങ്കാനയിലുള്ളത്. ഇതിൽ 110 മുനിസിപ്പാലിറ്റികളിലും 7 കോർപ്പറേഷനുകളിലുമാണ് ഫെബ്രുവരി 11-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്നത്. 6 മുനിസിപ്പാലിറ്റികളിൽ അവിടുത്തെ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടങ്ങളിൽ പിന്നീടാകും തെരഞ്ഞെടുപ്പ് നടക്കുക. ഇത്തരത്തിൽ ഈ ഫെബ്രുവരി 11-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 73% പോളിംഗ് ആണ് തെലങ്കാനയിൽ രേഖപ്പെടുത്തിയത്. ആ വോട്ടെടുപ്പിന്റെ റിസൾട്ട് ഇന്ന് രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫലങ്ങൾ പുറത്തു വരുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗമാണ് സംസ്ഥാനത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 2582 വാർഡുകളാണ് ഈ 110 മുനിസിപ്പാലിറ്റികളിലും 7 കോർപ്പറേഷനുകളിലുമായിട്ട് വോട്ടെടുപ്പ് നടന്നിരിക്കുന്നത്. അതിൽ ഇതുവരെ ഫലം പുറത്തു വന്ന വാർഡുകളുടെ എണ്ണം നോക്കുമ്പോൾ ഏതാണ്ട് 1300ഓളം വാർഡുകളിൽ കോൺഗ്രസ് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള BRS ആണ്, അതായത് ഭാരതീയ രാഷ്ട്ര സമിതി. മുൻപ് അവർ തെലങ്കാന രാഷ്ട്ര സമിതിയായിരുന്നു. പിന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ദേശീയ തലത്തിൽ പാർട്ടിയെ വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതിൻ്റെ പേര് ഭാരതീയ രാഷ്ട്ര സമിതി എന്ന് കെ ചന്ദ്രശേഖർ റാവു മാറ്റിയത്. എന്നാൽ അവർക്ക് കാര്യമായൊരു ചലനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സംസ്ഥാനത്ത് ഒരു സീറ്റിൽ പോലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവരെ നാമാവശേഷമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ BRSന് ഏതാണ്ട് 600 സീറ്റുകളിലാണ് വിജയിക്കാൻ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നത്. BJPക്ക് 220 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. മറ്റുള്ളവര് 218ഓളം സീറ്റുകളിലും ഇതുവരെ ഫലമറിവായ സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ അവർ വിജയിച്ചിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു വിജയമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ ആകെയുള്ള സീറ്റുകളിൽ 1700-ലധികം സീറ്റുകളിലും വിജയിച്ചത് TRS ആയിരുന്ന ഇപ്പോഴത്തെ BRS ആണ്. കോൺഗ്രസിന് ഏതാണ്ട് 580 സീറ്റുകളാണ് ലഭിച്ചത്. BJPക്ക് 300-ലധികം സീറ്റുകൾ ലഭിച്ചു. എന്നാൽ അവിടെ നിന്നും വലിയൊരു തകർച്ച BRSനുണ്ടായിരിക്കുന്നു. കോൺഗ്രസ് ആ തകർച്ച മുതലെടുത്തുകൊണ്ട് വലിയൊരു മുന്നേറ്റം അവിടെ നടത്തുകയും ചെയ്തിരിക്കുന്നു. സംസ്ഥാന വ്യാപകമായിട്ട് കോൺഗ്രസിന്റെ ഒരു തരംഗം ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായ അഭൂതപൂർവമായ ഒരു അത്യുജ്വലമായിട്ടുള്ള ഒരു വിജയം, ആ വിജയത്തിന്റെ ഒരു ആവേശം, ആരവം ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അവിടെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്ന് വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 7 കോർപ്പറേഷനുകളാണുള്ളത്. അതിൽ 5ഓളം കോർപ്പറേഷനുകളിൽ കോൺഗ്രസ് ഭരണം ഉറപ്പാക്കിയിട്ടുണ്ട്. 110 മുനിസിപ്പാലിറ്റികളിൽ ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളിലും കോൺഗ്രസ് ഏകപക്ഷീയമായ ഒരു വിജയത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഫലപ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 119-ൽ 64 സീറ്റുകൾ നേടിക്കൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. അവിടെ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നു. പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ 8ലും വിജയിക്കാൻ
കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ വർഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ അത് BRSന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. ആ സിറ്റിംഗ് സീറ്റ് ജൂബിലി ഹിൽസ് എന്ന് പറയുന്ന സിറ്റിംഗ് സീറ്റിൽ ഉജ്ജ്വല വിജയത്തോടു കൂടി ആ സീറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു. അത്തരത്തിൽ 2023 മുതലുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം സംസ്ഥാനത്തെ പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് മികച്ച ഒരു മുന്നേറ്റമാണ് അവിടെ നടത്താൻ സാധിച്ചിരിക്കുന്നത്. രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഒരു ഭരണ മികവ് തന്നെയാണ്. ഒരു ഭരണവിരുദ്ധ തരംഗം സംസ്ഥാനത്ത് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ജനകീയമായിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ, ജനകീയമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിച്ച് അവ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് തെലങ്കാനയിലുള്ളത്. ആ ഒരു നേട്ടമാണ് ഇപ്പോഴത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഒരു വിജയം, ആ വിജയത്തിലേക്ക് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് നടത്തിയത്. ആ സർക്കാരിനുള്ള ഒരു അംഗീകാരമായിട്ട് ഈ വിജയത്തെ നമുക്ക് കാണാം. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഉള്ള പാർട്ടികളുടെ ഒരു മൊത്തത്തിലുള്ള ജനപിന്തുണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒന്നാകെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ ജനപിന്തുണ അവിടെ വീണ്ടും വർദ്ധിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറുവശത്ത് BRSും BJPയും വലിയ രീതിയിൽ ഒരു തിരിച്ചടി നേരിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ BJPക്ക് നേടാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു മുന്നേറ്റം അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് BJPക്ക് ഇനിയും ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. ലോക്സഭയുടെ ഒരു പ്രത്യേക ഒരു പാറ്റേണിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവിടെ 8 സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞതാണ്. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ സംസ്ഥാനത്തെ ഒരു പാർട്ടി എന്നുള്ള നിലയിലെടുക്കുമ്പോൾ അവിടെ BJPയെക്കാളും BRSനെക്കാളും ജനങ്ങൾ പിന്തുണയ്ക്കുന്നത്, ജനങ്ങൾ ആവേശപൂർവ്വം സ്വീകരിക്കുന്ന ഒരു പാർട്ടി അത് കോൺഗ്രസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് കോൺഗ്രസ് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തവണത്തെ അവിടുത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ബാലറ്റ് പേപ്പറിലാണ് വോട്ടെടുപ്പ് നടന്നത്. ഫെബ്രുവരി 11 നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 73% ആളുകൾ അവിടെ വോട്ട് രേഖപ്പെടുത്തി. ഇന്ന് രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. ബാലറ്റ് പേപ്പറിലായതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഫലപ്രഖ്യാപനം വരാൻ വൈകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. അതിനുശേഷമാണ് ബാലറ്റ് പേപ്പറിലെ വോട്ടുകൾ എണ്ണുക. അത് മുൻകാലങ്ങളിൽ നമുക്കറിയാം, 90കളിലുമൊക്കെ ഈ വോട്ടിംഗ് മെഷീൻ വരുന്നതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ബാലറ്റ് പേപ്പറിലായിരുന്നു വോട്ടെടുപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ ഫലപ്രഖ്യാപനം, ബാലറ്റുകൾ എണ്ണുന്നതിന്റെ ഒരു കാലതാമസം വരാറുണ്ട്. ആ ഒരു കാലതാമസം ഇതിനും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുവരെ പുറത്തു വന്ന ഒരു ഫലം, ആ ഫലസൂചക നോക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് അനുകൂലമാണ്. കോൺഗ്രസിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു തരംഗം തന്നെയാണ് തെലങ്കാനയിൽ കാണാൻ കഴിയുന്നത്. അത് വരുന്ന 2 വർഷത്തിനപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തന്നെ അധികാരത്തിലേക്ക് എത്തും എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള കോൺഗ്രസിന്റെ അടിത്തറയ്ക്ക്, ജനകീയ അടിത്തറയ്ക്ക്, ജനപിന്തുണയ്ക്ക് യാതൊരു കോട്ടവും ഈ 2.5 വർഷത്തിനിടയ്ക്ക് സംഭവിച്ചിട്ടില്ല. അതായത് 2.5 വർഷത്തെ ഈ രേവന്ത് റെഡ്ഡി സർക്കാരിന്റെ ഭരണം അത് ജനങ്ങൾക്ക് മതിപ്പുളവാക്കുന്നതാണ്, അല്ലെങ്കിൽ ജനങ്ങൾ അത് അംഗീകരിക്കുന്ന ഒരു ഭരണമാണ്, ജനോപകാരപ്രദമാണ് അത് എന്ന് വിളിച്ചു പറയുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ച് ഒരു വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് കൂടി കൂടുതൽ ഒരു ആത്മവിശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ്. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത്തരത്തിൽ നോക്കുമ്പോൾ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കൂടി ഒരു വിജയമായിട്ട് ഈ ഫലം മാറുകയാണ്. മറുവശത്ത് BJPയും BRSും അവരൊക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു അപജയം നേരിടുകയാണ്. 2 പാർട്ടികൾക്കും വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BRSന് വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അന്നവർ അവിടുത്തെ ഭരണകക്ഷിയായിരുന്നു. 1700-ലധികം വാർഡുകളിലാണ് അവർക്ക് മുനിസിപ്പാലിറ്റികളിൽ വിജയിക്കാൻ കഴിഞ്ഞത്. അതേസമയം കോൺഗ്രസിന് ഏതാണ്ട് 580ഓളം സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. അവിടെ നിന്നുമാണ് ഇത്തവണ ഏതാണ്ട് 1300ഓളം സീറ്റുകൾ ഇപ്പോൾ തന്നെ അവർ നേടിയിരിക്കുന്നത്. പൂർണ്ണമായ ഫലപ്രഖ്യാപനം വരുമ്പോൾ ഒരു 1500-ലധികം സീറ്റുകളിൽ കോൺഗ്രസിന് ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.